ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്രാ വിവരണമാണ്. എന്ന് വെച്ചാൽ ഒരു യാത്ര പോയതാണ്. എവിടേക്കാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം നെയ്യാർ. അവിടെ നെയ്യാർ ജംഗിൾ ഫെസ്റ്റ് നടക്കുകയായിരുന്നു. നെയ്യാർ ഡാമിൽ ആദ്യമായിട്ടായിരുന്നു തോന്നുന്നു ന്യൂ ഇയറിൻ്റെ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ അവിടെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് അനുബന്ധിച്ചുള്ളത് ആദ്യമായിട്ടാണ്. അപ്പം ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും അവിടെ അത്രയധികം ആൾക്കാർ കുറവായിരുന്നു. അങ്ങനെ ഞാനും മോനും ചേട്ടനുമായിട്ട് പോയി. ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ 10 രൂപ ഉണ്ടായിരുന്നുള്ള ഒരാൾക്ക്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. വൈകുന്നേരം നേരത്തെയാണ് പോയത്. അപ്പോൾ പോയി അവിടെ മുകളിലോട്ട് നടക്കുകയാണ്. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പം ഇങ്ങനെ നടന്ന് കാഴ്ചകളും കണ്ട് നമുക്ക് പോവാം. അവനെ വീഡിയോ എടുക്കുന്നത് മനസ്സിലായത് കൊണ്ടാണ് അവൻ ഈ കിടന്ന് അടവ് കാണിക്കുന്നത്. അവന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല. എങ്ങനെ മറച്ച് പോകാമെന്നും പറഞ്ഞാണ് അച്ഛൻ്റെ കൈയും പിടിച്ച് ഒളിച്ചു പോകണം. പിന്നെ അവന് പിടികിട്ടാൻ പറ്റണില്ല, ഓടിക്കളഞ്ഞു. അങ്ങനെ നമ്മൾ പയ്യെ ഇങ്ങനെ നടന്നു പോകുന്നത്. നിൽക്കുന്നത് ആരാ മനസ്സിലായോ? ഒരാൾ നിൽക്കുന്നതായിട്ടല്ലേ തോന്നിയത്? അതല്ല കേട്ടോ, സ്റ്റാച്ചു ആണ്. പക്ഷെ അടിപൊളി സ്റ്റാച്ചു ആണ് കേട്ടോ. അത് ഒറിജിനാലിറ്റി നോക്കിയൊക്കെ. അവിടെ അഗസ്ത്യ എന്നാണ് അവിടെ എല്ലാം പേരിപ്പം മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജംഗിൾ വാക്കിലോട്ടാണ് നമ്മൾ കയറിപ്പോയത്. ഇതൊക്കെ ഇപ്പം പുതിയതാണ്. ഞാൻ പണ്ടെങ്ങാനോ പോയിട്ടുള്ളതല്ലോ, കുറേ കാലമായി പോയിട്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ നമ്മുടെ മുകളിലോട്ട് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് താഴോട്ട് നോക്കാൻ നല്ല രസമായിരുന്നു കാഴ്ചകൾ. ലൈറ്റ് ഇട്ടൊക്കെ തുടങ്ങിയതേ ഉള്ളൂ, രാത്രി ആയില്ല, ഇട്ടൊക്കെ തുടങ്ങിയുള്ളൂ. ആ ഒരു ഭംഗി നമുക്ക് രാത്രി ആകുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഡാമിൻ്റെ ഇതൊക്കെ നമുക്ക് മുകളിൽ നിന്നൊന്ന് ആസ്വദിക്കാം. അപ്പോൾ ഇത് കണ്ട മോനും കുഞ്ഞിലെ എന്തോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ ഭംഗി കാണാനും നടക്കാനും എല്ലാം ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ട്? ചിങ്കണി പാർക്കുണ്ട്, മാൻ പാർക്കുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ലയൺ സഫാരി പാർക്ക് കേരളത്തിൽ ഇവിടെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലയൺസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊന്നും പോയിട്ടില്ല. ഞാൻ എന്തോ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ പോയിട്ടേ ഉള്ളൂ. അപ്പം അവനും ഇപ്പം ത്രില്ലിലാണ്. ഇതൊക്കെ കാണുന്നതിൻ്റെ ഒരു രസമുണ്ട്. അപ്പോൾ വാച്ച് ടവർ ഉണ്ട് കേട്ടോ അവിടെ മുകളിൽ. അതിലും കയറിയില്ല. അപ്പോൾ അടുത്ത് താഴെ ഇറങ്ങി അവിടെ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊന്ന് കാണുമ്പോൾ നമുക്ക് നല്ലൊരു പ്രഷറും കാറ്റും നല്ലൊരു തണുപ്പ്, നല്ലൊരു ഫീലാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. ആ വെള്ളത്തിൻ്റെ പ്രഷറില്ലേ, ഈ വെള്ളം എന്താ നമ്മൾ കനാലിലോട്ടാണ് പോകുന്നത്. അത് ഷട്ടർ തുറന്നേ കനാലിലോട്ടാണ് പോകുന്നത്. എന്തിനാ ജലസേചനത്തിനും മറ്റുമായിട്ട്. അവിടെ 2 കനാലുണ്ട്. അതിൽ വേനൽ സമയത്ത് കൃഷിക്ക് ഉപയോഗിക്കാനൊക്കെ അവർ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. നെയ്യാർ ഡാമിലെന്ന് വെച്ചാൽ 4 ഷട്ടറാണുള്ളത്. ഷട്ടർ എപ്പോഴും തുറക്കുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ആ ഷട്ടർ തുറക്കുമ്പോൾ അത് കനാലിലോട്ടാണ് വെള്ളം പോകുന്നത്. ഇപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത് അതിനെ കാണാൻ നല്ല ഭംഗി. ഇപ്പോൾ 4 ഷട്ടറും തുറന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗിയല്ലേ ലൈറ്റും ഇതും കൂടെ ആകുമ്പോൾ കാണുമ്പോൾ. അപ്പോൾ നൈറ്റ് വിഷൻ തന്നെ കേട്ടോ, സൂപ്പർ. നമ്മളിപ്പം രാവിലെയൊക്കെ വന്ന് കണ്ടാലും ഇത്രയൊരു ഭംഗി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ എല്ലായിടവും ലൈറ്റും എല്ലാം ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ണിന് കുളിർമയാണ് എല്ലാം കാണുന്നതിന് വേണ്ടി. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ എന്ന് വെച്ചാൽ മിസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കണ്ടേ നമ്മളൊരു ചെറിയൊരു സെലിബ്രേഷനൊക്കെ നടത്തിയതാണ്. കുറേ കാലമായിരുന്നു പുറത്തോട്ടൊക്കെ പോയിട്ടേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ യാത്രയും ഇതെല്ലാം കണ്ടപ്പോഴും. അത് കഴിഞ്ഞിട്ട് മോന് കളിക്കാൻ വേണ്ടി പാർക്ക്, അവിടെ കുട്ടികൾക്കായിട്ട് പാർക്കുണ്ട്. അപ്പം അതിന് ഫ്രീ ആണ്, അതിന് പൈസ ഒന്നും കൊടുക്കണം. നമുക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാമെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ട് പിന്നെ അവിടെ വേറെ വലിയ തിരക്കൊന്നും പറയാൻ ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാ ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം കണ്ട് കുറച്ച് വീഡിയോസും റീൽസൊക്കെ ചെയ്തിട്ട് ഇതെന്താണെന്ന് ഒരു ഇറിഗേഷൻ വകുപ്പിൻ്റെ നമ്മുടെ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയതാണ്. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഗാനമേള ഉണ്ടായിരുന്നു, അതിനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റും പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ന്യൂ ഇയറിൻ്റെ തലേന്ന് ഒരു ആഘോഷമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അവിടെ നിന്നൊരു ഷോട്ടൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.